ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഇന്ന് മറ്റൊരു പുസ്തകം ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ആത്മാവിൻ്റെ വാള്, വചനം, വാല്യം 3, സുവിശേഷങ്ങൾ ലൂക്ക, യോഹന്നാൻ. ഇന്നലെ നമ്മൾ ആത്മാവിൻ്റെ വാള് 2ാമത്തെ വാല്യം പരിചയപ്പെട്ടു. മത്തായി മർക്കോസ് സുവിശേഷങ്ങൾ. ഇന്ന് നമ്മൾ ലൂക്ക, യോഹന്നാൻ അവരുടെ സുവിശേഷങ്ങളെക്കുറിച്ചുള്ള വ്യാഖ്യാനമാണ്. 333 പ്രഭാഷണങ്ങൾ രൂപത്തിൽ ലൂക്കായുടെയും യോഹന്നാൻ്റെയും സുവിശേഷത്തിലുള്ള പ്രധാനപ്പെട്ട എല്ലാ തിരുവചനങ്ങളുടെയും വ്യാഖ്യാനം, സന്ദേശം, വിശദീകരണം ഒക്കെയാണ്. നമ്മൾ പൗരത്വ സഭകളിൽ ഇന്ന് സ്ലീവായെ കണ്ടെത്തി തിരുനാളും പാശ്ചാത്യ സഭയിൽ സ്ലീവായുടെ പുകഴ്ച തിരുനാളുമാണ് നാളെ. അപ്പോൾ ഇത് ആ കുരിശിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എന്താണ്? ഏക സത്യ ദൈവം 3 ആളുകളാണ് എന്ന് പറഞ്ഞിട്ടാണ് സുവിശേഷം തുടങ്ങുന്നത് തന്നെ. ബന്ധത്തിൽ 3എങ്കിലും സത്യയിൽ ഒരു ദൈവം. ആ പരിശുദ്ധ തത്വത്തിൽ പുത്രൻ തമ്പുരാൻ ദൈവം തന്നെയായ ഏകജാതൻ മനുഷ്യനായി ഭൂമിയിൽ വന്നു, മനുഷ്യരോടൊപ്പം പാർത്തു. എല്ലാ മനുഷ്യരും, വിശ്വാസികളോ അവിശ്വാസികളാകട്ടെ, കൊതിക്കുന്ന ജീവശാസ്ത്രപരമായ ജീവൻ, അതീതമായ ജീവൻ, ആ മരണമില്ലാത്ത ജീവൻ, അത് നൽകാൻ വേണ്ടിയായിരുന്നു ദൈവം മനുഷ്യനായി വന്നത്. ആ അനശ്വര ജീവന്റെ പ്രമാണ തത്വം പരിശുദ്ധാത്മാവാണ്, പാരക്ലേത്ത. ഏക മധ്യസ്ഥനായ ക്രിസ്തുവിനെ കൂടാതെ പരിശുദ്ധാത്മാവ് നമ്മുടെ അഭിഭാഷകനും മധ്യസ്ഥനുമാണ്. കർത്താവ് തന്നെ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. സമൃദ്ധമായ ജീവൻ ഇന്ന് യേശു പകർന്നു നൽകുന്നത് 7 കൂദാശകളിലൂടെയാണ്. വചനത്തിന് ജീവൻ വയ്ക്കുന്ന മണിക്കൂറാണല്ലോ കൂദാശ. അങ്ങനെ നിത്യജീവനിലേക്ക് ഇപ്പോഴേ പ്രവേശിച്ചവർ ഉത്തിതന്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ കൈവച്ച് തോമാസ് ശ്ലീഹായോടൊപ്പം പ്രഖ്യാപിക്കുന്നു, എൻ്റെ യാഹ്വേ, എൻ്റെ ദൈവമേ. ഇക്കാര്യങ്ങളെല്ലാം 4ാം സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ആന്തര ചക്രവാളങ്ങളിലേക്ക് പ്രവേശിക്കാനായിട്ട് എല്ലാവരും സഹായിക്കുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിലും നടപടി ഗ്രന്ഥത്തിലും കുറച്ച് അതിൻ്റെ തുടർച്ചയുണ്ട്. ദൈവം മനുഷ്യവംശവുമായി നടത്തിയ ഇടപാടുകൾ അത്യച്ചിലെത്തിച്ചത് ദൈവാത്മാവിന് ശക്തിയാൽ ജനിപ്പിക്കപ്പെട്ട ദൈവപുത്രനായ യേശുവാണ്. അത് ദൈവത്തിൻ്റെ തീരാകാരണത്തിൻ്റെ വെളിപാടായിരുന്നു. അവൻ ചരിത്രത്തിൽ ചെയ്ത പാപമോചനത്തിൻ്റെയും രക്ഷയുടെയും പ്രവൃത്തിയുടെ നേർ തുടർച്ചയാണ് സ്ലീഹന്മാർ സഭയിൽ നിർവഹിച്ചത്. പരിശുദ്ധ കന്യകാമറിയം ഇക്കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും അവയുടെ പാരസ്പര്യം ധ്യാന വിഷയമാക്കുകയും ചെയ്തു. ആട്ടിടയന്മാർ രക്ഷകനെ കണ്ടത് മറിയത്തോടും ജോസഫിനോടും ഒപ്പമാണ്. ഇന്ന് നാം യേശുവിനെ സഭയിൽ കാണുന്നത് അവരോടൊപ്പം തന്നെ, മറിയത്തോടും ജോസഫിനോടൊപ്പമാണ്. യേശുവിനെ തുറന്ന ഹൃദയത്തോടെ സ്വീകരിക്കുന്ന കുടുംബങ്ങൾക്ക് രക്ഷ ലഭിക്കുന്നു. ഗലീലിൽ നിന്നുള്ള സ്ത്രീകളോടൊപ്പം നമുക്ക് യേശുവിനെ അനുയാത്ര ചെയ്യാം. അങ്ങനെ അവന്റെ സ്നേഹത്തിന് സുവിശേഷം ലോകത്തിന് അറ്റം വരെ കൊണ്ടുപോകാം. ഇവയെല്ലാമാണ് ലൂക്കാസ് തൻ്റെ സുവിശേഷത്തിൽ നമ്മളോട് പറയുന്നത്. ഇങ്ങനെ പിന്നെ ധാരാളം പ്രമേയങ്ങളെക്കുറിച്ചുള്ള ഒരു 1800ഓളം വിഷയങ്ങളെക്കുറിച്ചുള്ള അതിൻ്റെ ഒരു വിഷയസൂചിക കൊടുത്തിട്ടുണ്ട്. വിഷയസൂചിക ഒരു 1800ഓളം വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ഇതിനകത്ത് ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പം എന്താണ് ഈ അനശ്വര ജീവൻ എന്ന് പറഞ്ഞാൽ? അനശ്വര ജീവൻ, അനശ്വര ശരീരം എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ അനാംനേസിസ് എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. അത് നമ്മുടെ സ്മരണയാണോ അതോ ഓർമ്മ എന്ന് പറഞ്ഞ വേറെ അർത്ഥമുണ്ടോ? അങ്ങനെയുള്ള അല്ലെങ്കിൽ ആരും പാഷാണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ നമ്മൾ അല്ലേ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വിഷയങ്ങളെക്കുറിച്ചുള്ള 1800ഓളം വിഷയങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും തിരുവചനത്തെക്കുറിച്ചൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള തിരുവചനങ്ങൾ, അതിൻ്റെ പേജ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അവിടെ നോക്കിയാൽ നമുക്ക് വ്യാഖ്യാനം കിട്ടും. ഇതിന് ഏതാണ്ട് 700 പേജുണ്ട് മൊത്തം പുസ്തകം. 1390 രൂപയാണ്. 1390 രൂപയാണ് മുഖവില. ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് ഫോൺ നമ്പർ ഇടാം, ബിബ്ലി അക്കാദമിയുടെ. നിങ്ങൾ സംസാരിച്ചാൽ അവർ വല്ല ഡിസ്കൗണ്ടൊക്കെ തരും. ഇതിൻ്റെ ചിത്രം, ഈ മുഖചിത്രവും കവർ ചിത്രം, ഇതും എൻ്റെ ഒരു പെയിൻറ്റിംഗ് ആണ്. ഇത് എൻ്റെ ഒരു പെയിൻറ്റിംഗ് ആണ്. യേശു ഈ കാണാതായി പോയ ആടിനെ കണ്ടെത്തുന്നതിൻ്റെ ആ ചിത്രമാണ്. മറ്റൊരു ചിത്രം നോക്കി വരച്ചതാണ്, എൻ്റെ ക്രിയേറ്റീവ് ഐഡിയ ഒന്നുമല്ല. എങ്കിലും ഇതൊരു അക്രിലിക്കിൽ ഞാൻ ചെയ്തൊരു പെയിൻറ്റിംഗ് ആണ്. ഇത് ഇപ്പുറത്ത് കാണുന്നത് ഈ മൈലാപ്പൂരിലെ തോമാസ് ലീയുടെ ഗുഹയാണ്. എല്ലാ ഗ്രന്ഥത്തിലും അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വശത്ത് എൻ്റെ പെയിൻറ്റിങ്ങും മറുവശത്ത് ഈ തോമാസ് ലീഹയുടെ ആ ഗുഹയാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ മഹാജൂബിലി, അതായത് 2033 എന്ന് പറയുന്ന മഹാജൂബിലി, യേശു ക്രിസ്തു മരിച്ച് കൃത്യം 2000 വർഷം തികയുന്ന മഹാജൂബിലി വർഷം. യേശു ക്രിസ്തു ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം 2000 വർഷം തികയുന്നത് 2033. അതിലേക്കുള്ളൊരു നവവത്സര ധ്യാനത്തിലാണ് നമ്മൾ. എല്ലാ ദിവസവും നമ്മൾ ചില കാര്യങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു.
അങ്ങനെ അതിൽ നമ്മൾ പാല് കുടിച്ചാൽ പോരാ, നിങ്ങൾ ഘനമായ ഭക്ഷണം കഴിക്കണമെന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. ഘനമായ ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ളവർക്ക്, അതായത് വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കയറാനും പോകാനും വചനത്തിന് ഉടമസ്ഥനായ ദൈവമായൊരു കൂടിക്കാഴ്ച നടത്താനും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പുസ്തകം വാങ്ങിക്കുകയും വായിക്കുകയും പിന്നെ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുകയും മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചിലപ്പോഴൊക്കെ സമ്മാനമായിട്ട് ഇത് കൊടുക്കാനായിട്ട് തയ്യാറാകുകയും വേണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇത് പുസ്തകം ചിലവാക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ പറയുന്നത്. പുസ്തകം ചിലവാകാൻ സന്തോഷമുള്ള കാര്യം തന്നെ. അതിനേക്കാളേറെ വചനത്തിൽ ആഴപ്പെടാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഒരൊറ്റ വായന കൊണ്ട് മനസ്സിലാകാൻ സാധ്യതയില്ല എല്ലാ കാര്യങ്ങളും. ഒന്നാമത്തെ പ്രസംഗ രൂപത്തിലാണ്, ഒരു പള്ളിയിൽ പറയുന്ന പ്രസംഗത്തിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ 10-15 മിനിറ്റിൻ്റെ രൂപത്തിലാണ്. നമുക്കൊരു വിഷയം, എനിക്കൊരു വിഷയം നന്നായിട്ട് ആഴത്തിൽ പറയണമെങ്കിൽ, ഇപ്പം ഞാൻ അബുദാബിയിലും ദുബായിലൊക്കെ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കില്ല, 14 മണിക്കൂറാണ് നിന്ന നിൽപ്പിൽ ഞാൻ പ്രസംഗിച്ചത്. 500ഓളം പേര് വരുന്ന ഈ വചന പ്രഘോഷകർ അവർക്ക് ക്ലാസ് കൊടുക്കുമ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്കൊരു ബ്രേക്ക് വേണ്ടേ? അവർ പറഞ്ഞ ഞങ്ങൾക്ക് ബ്രേക്ക് വേണ്ട. ഞാൻ പറഞ്ഞു, എനിക്കൊരു ബ്രേക്ക് വേണം, എനിക്കൊരു തുള്ളി വെള്ളം കുടിക്കണം, എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം. ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത വിധം എൻ്റെ ചുറ്റും ആളുകളായിരുന്നു. അപ്പം ഞാൻ ഒരു വിഷയം പറയുമ്പോൾ അത് എനിക്കൊരു വിഷയം നന്നായിട്ട് അവതരിപ്പിക്കണമെങ്കിൽ ഒരു 25-30 മിനിറ്റ് വേണം. കുറച്ച് പശ്ചാത്തലം പറഞ്ഞാലാണ് മനസ്സിലാകുക. ചിലർ പറയും 7 മിനിറ്റ് മതി, 10 മിനിറ്റ് മതി, 5 മിനിറ്റ് മതി. പക്ഷേ എൻ്റെ ചില ടോക്കുകൾ 1.5 മണിക്കൂറൊക്കെ ഉണ്ട്. എന്നിട്ട് കണ്ടിരിക്കുന്നത് 15,000 പേരാണ്. 5 മിനിറ്റ് ടോക്ക് കാണുന്നവർ വളരെ കുറച്ചാണ്. അതിന് കാരണം ഒരു സീരിയസ് ആയിട്ടുള്ള വിഷയം പറയണമെങ്കിൽ കുറച്ച് പശ്ചാത്തലം വേണം, എന്നിട്ട് അതിൻ്റെ ആഴത്തിലേക്ക് കടക്കണം. നമ്മൾ തന്നെ ഇപ്പം ഞാൻ ബെനഡിക്ട് മാർപ്പാപ്പയുടെ പുസ്തകങ്ങൾ 6 ഞാൻ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ 6 പുസ്തകങ്ങൾ ഞാൻ തർജ്ജമ ചെയ്ത് 5 പുസ്തകങ്ങൾ ഞാൻ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഒരു പുസ്തകം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം. ഈ ബെനഡിക്ട് മാർപ്പാപ്പയുടെ പുസ്തകങ്ങൾ ഒരു 6-7 പ്രാവശ്യം വായിച്ചതിന് ശേഷമാണ് ഞാൻ തർജ്ജമ തുടങ്ങിയത്. തർജ്ജമ ചെയ്തതിന് ശേഷം 25 പ്രാവശ്യങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ക്രിസ്തുധർമ്മ പ്രവേശിക ചുരുങ്ങിയത് 25 പ്രാവശ്യം ഞാൻ വായിച്ചിട്ടുണ്ട് തർജ്ജമ ചെയ്തതിന് ശേഷം. അതുപോലെ തന്നെ നസ്രത്ത് അലി യേശു എന്ന പുസ്തകം ഒരു 25-30 പ്രാവശ്യം ഞാൻ വായിച്ചിട്ടുണ്ട്. കാരണം ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും അതിൻ്റെ പൊരുളുകൾ നമുക്ക് പിന്നെയും ഉരുക്കഴിഞ്ഞ് കിട്ടുകയാണ്. ഇത് ഞാൻ ഈ പുസ്തകത്തിനും ആവശ്യപ്പെടുകയാണ്. അത് ഒരുപാട് ബുദ്ധിയുള്ളത് കൊണ്ടല്ല, നമ്മൾ വളരെ ലളിതമായ വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ ദൈവിക രഹസ്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും ആ പൊരുളുകളുടെ ചില ഉരുക്കഴിഞ്ഞ് കിട്ടാൻ സാധിക്കും. അതിനാൽ അച്ഛന്മാരോടാണെങ്കിലും, ഇപ്പം ഞാൻ കോട്ടയിൽ അച്ഛന്മാരെ 4 ബാച്ചായിട്ട് ധ്യാനിപ്പിക്കാൻ പോകുന്ന എല്ലാ അച്ഛന്മാരെയും ഞാൻ ധ്യാനിപ്പിച്ചിരുന്നു. കരിസ്മാറ്റിക് ധ്യാനിപ്പിക്കാൻ പോകുന്നവർ അവരാണ് പറഞ്ഞത്, അച്ഛൻ പറയുന്ന ടോക്കുകളെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കണം. കാരണം ഞങ്ങൾക്ക് പല പ്രാവശ്യം കേൾക്കണം. ഒരു 6-7 പ്രാവശ്യം കേൾക്കുമ്പോഴാണ് അച്ഛൻ പറയുന്നതിൻ്റെ ശരിക്കുമുള്ള ആ പൊരുളുകൾ ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്ര പ്രാവശ്യം കേൾക്കണം, എത്ര പ്രാവശ്യം വായിക്കണം. അതുകൊണ്ട് മടുപ്പ് കൂടാതെ വായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ യേശു എന്ന രഹസ്യത്തെ കണ്ടുമുട്ടാനും ആ വചനത്തിൽ ഉടമസ്ഥനായ ദൈവമായിട്ടൊരു കൂടിക്കാഴ്ച നടത്താനും അത് സാധിക്കുമെന്ന് ഉറപ്പ് ഞാൻ നൽകുന്നു. അതിനാൽ കുറച്ച് പൈസയൊക്കെ ഉണ്ടെങ്കിൽ ഇത് വാങ്ങി വായിക്കണമെന്നും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പ്രൊമോട്ട് ചെയ്യണമെന്നും പിന്നെ ഗ്രൂപ്പുകളൊക്കെ ചർച്ച ചെയ്യണമെന്നും അങ്ങനെ ഈ മഹാജൂബിലിക്ക് ഒരുക്കമായിട്ട് നമുക്ക് കർത്താവിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാഴ്ച വചനത്തിൽ ആറാടി നിൽക്കുന്നൊരു ജീവിതമാകണം. അത് അറിവ് കൊണ്ടും ഭക്തി കൊണ്ടും പിന്നെ വിശ്വാസം കൊണ്ടും വിശ്വാസ തീക്ഷ്ണത കൊണ്ടും പ്രേക്ഷിത ദൗത്യം കൊണ്ടും അങ്ങനെ എല്ലാ തരത്തിലും കർത്താവിൻ്റെ മഹാജൂബിലിക്ക് നമുക്കൊരു സമ്മാനം കൊടുക്കണം. അത് നമ്മൾ വചനത്തിൽ ആറാടി നിൽക്കുന്ന ഇല്ലേ, എൻ്റെ വചനം കേട്ടത് പാലിക്കുന്നവർ ആഴത്തിൽ കുഴി കുഴിച്ച് കെട്ടിടം പണിത ആ ജ്ഞാനിയെ പോലെ നമ്മൾ ഓരോരുത്തരുമായി തീരാൻ സവിശേഷമായി മഹാജൂബിലിക്ക് ഒരുങ്ങാൻ നമ്മൾ തയ്യാറാകുക. കിട്ടുന്ന പൈസയിൽ കുറച്ച് പൈസയൊക്കെ ഈ പുസ്തകങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുക. നിങ്ങൾ ഈ ലൈബ്രറി കണ്ടോ, ഞാൻ ഓരോ വർഷവും ഒരു 1 ലക്ഷം 1.5 ലക്ഷം രൂപ വരെ പുസ്തകങ്ങൾ വാങ്ങിക്കും. ഇതുപോലത്തെ ഒരു ലൈബ്രറി താഴെയുണ്ട് എനിക്ക്. അപ്പോൾ ഇത് മുഴുവൻ ഇതെല്ലാം വലിയ വില കൂടിയോ. ഇപ്പോൾ ഒരു സെറ്റ് പുസ്തകത്തിനൊക്കെ 3 ലക്ഷം രൂപയൊക്കെയാണ്. പലതും നമ്മൾ ഇമ്പോർട്ട് ചെയ്തതാണ്, നമ്മുടെ നാട്ടിലുള്ള പുസ്തകങ്ങളല്ല. അപ്പോൾ ഞാനത് അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇതെല്ലാം നമ്മൾ വായിച്ച് അറിവുണ്ടാകുക, എന്നിട്ട് കർത്താവുമായിട്ട് കൂടിക്കാഴ്ച നടത്തുക. ഈ അറിവ് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണല്ലോ. നിത്യജീവൻ എന്ന് പറയുന്നത് അറിവാണ്. ദൈവത്തെയും അവൻ്റെ പുത്രനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. യോഹന്നാൻ 17:3. ആ അറിവ് തീർച്ചയായിട്ടും ഈ ഇൻ്റലക്ച്വൽ ദൈക്ഷണിക ബൗദ്ധിക ജ്ഞാനമല്ല, ഒന്നാകലാണ്. പക്ഷെ ആ ഒന്നാകലും യേശു ആരെന്ന് അറിയണ്ടേ. ഈ ബൈബിളിനെ കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെ കുറിച്ചുള്ള അജ്ഞതയാണെന്ന് വിശുദ്ധ ജെറോം പറഞ്ഞിട്ടുണ്ട്. ബൈബിളിനെ കുറിച്ച് അജ്ഞരായിരിക്കരുത്. നമ്മൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ വചനം നമ്മൾ ഹൃദയസ്ഥമാക്കാനും അതിൻ്റെ പൊരുളുകൾ മനസ്സിലാക്കാനും ശ്രമിക്കുന്നു എന്നാണ്.
അങ്ങനെ ഒരു ശ്രമത്തിൻ്റെ ഫലമാണിത്. അതിനാൽ നിങ്ങളത് വാങ്ങിച്ച് വായിച്ച് പ്രചരിപ്പിക്കണമെന്നും ചർച്ച ചെയ്യണമെന്നും അങ്ങനെ വചനത്തിൽ ആറാടി നിൽക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.